ഞാൻ ഒരു മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിയിൽ വരുന്നയാ. വേറെ ആരും എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രയൊക്കെ പറഞ്ഞാലും എന്റെ മമ്മിയാണ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത്. പിന്നെ എന്റെ പാഷൻ മോഡലിംഗ്, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. ആർക്കെന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ കുറെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. ഞാനത് ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഷോർട്സ് എന്നായാലും വേറെ എന്തിനെ പറ്റിയിട്ടാണെങ്കിലും പലരും പറയുന്നുണ്ട്. അതിനൊക്കെ പലതും പറഞ്ഞിട്ടും മമ്മി കാരണം അവൾ ഇത്രയും കേടാവുന്നേ, അവള് കണ്ടില്ലേ കണ്ട ചെക്കന്മാരെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടും മമ്മി അതൊന്നും ബോധറിയാണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഇഷ്ടം എന്താണോ അത് ഞങ്ങള് വിടൂന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട്. ദുർവൃത്തരായ മക്കളുടെ പേരിൽ മാതാപിതാക്കൾ വിചാരണ ചെയ്യപ്പെടുമോ? അവർ ശിക്ഷിക്കപ്പെടുമോ? ഇതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. സൂറത്തു തഹ്രീമിൽ പറഞ്ഞിരിക്കുന്നു, വിശ്വസിച്ചവരെ, നിങ്ങളെയും കുടുംബാദികളെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവിൻ. അതിന്റെ വിറക് മനുഷ്യരും കല്ലുകളുമാകുന്നു. നോക്കൂ, വാട്ട് അബൌട്ട് ടുഡേസ് പാരന്റിംഗ് കണ്ടീഷൻസ്? അള്ളാഹുവിൻ്റെ കൽപ്പനയെ തള്ളി നിങ്ങൾ തന്നെ സ്വന്തം കൂടപ്പിറപ്പുകളെ നരകത്തിലേക്ക് തള്ളുകയാണോ? ഇനി നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അറിയുക, നിങ്ങളെല്ലാവരും ഇടയന്മാരാണ്. ഓരോരുത്തരും അവൻ മേയ്ക്കുന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. ഒരു നേതാവ് ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്വമുള്ളവനാണ്. അവനോട് തൻ്റെ പ്രജകളെക്കുറിച്ച് ചോദിക്കപ്പെടും. ഒരു മനുഷ്യൻ തൻ്റെ കുടുംബാംഗങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നവനാണ്. അവരെക്കുറിച്ച് അവനോട് ചോദിക്കപ്പെടും. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെയും മക്കളെയും പരിരക്ഷിക്കുന്നവളാണ്. അവളോട് അവരെക്കുറിച്ച് ചോദിക്കപ്പെടും. ഒരു അടിമ തൻ്റെ യജമാനൻ്റെ ധനം പരിപാലിക്കുന്നവനാണ്. അവനോട് അതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. അറിയുക, നിങ്ങൾ എല്ലാവരും ഇടയന്മാരാണ്. ഓരോരുത്തരും അവർ മേയ്ക്കുന്നതിനെക്കുറിച്ച് ചോദിക്കപ്പെടും. സ്വന്തം മക്കളോ ഭാര്യയോ പെങ്ങളോ ആരോ ഇന്നത്തെ സ്റ്റൈലിൽ പാൻസ് ആൻഡ് ഷർട്ട്സ് ധരിച്ച് നടക്കുമ്പോഴും മുടി കാണിച്ച് നടക്കുമ്പോഴും മ്യൂസിക്, സിനിമ, മറ്റു എന്തൊക്കെ ഇസ്ലാമിൽ നിഷിദ്ധമാണോ ഒക്കെ ചെയ്യുമ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന രക്ഷിതാക്കളെ, നിങ്ങൾക്കിതൊരു പാഠമാവട്ടെ. തീർച്ചയായും പടച്ച റബ്ബ് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.